ജാനി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അമ്മ വീണ്ടും ഗർഭിണിയായത്. ഇരട്ട സഹോദരിമാരായ മൂത്ത ചേച്ചിമാർക്കൊപ്പം കിടന്നുറങ്ങുമ്പോഴും ജാനിയുടെ ചിന്ത അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുവാവയെക്കുറിച്ചായിരുന്നു. അവൾക്ക് കുഞ്ഞുവാവയെ കാണുവാൻ കൊതി തോന്നി. അമ്മയുടെ വയറിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നും. പക്ഷേ അച്ചമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വീർത്തുന്തിയ ഉദരത്തിലേക്ക് നോക്കി അച്ചമ്മ പറയും, "കണ്ടില്ലേ, എന്തു വലിയ വയറാ! ഇത്തവണയും പെൺകുട്ടി തന്നെ. ഇനി 4ാമത്തതും പെൺകുട്ടി തന്നെ ആയിരിക്കുമെന്ന് കുത്തുവാക്കുകൾ കേട്ട് അമ്മ ചിലപ്പോൾ കരയുന്നത് ആ 7ാം ക്ലാസ്സുകാരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. വലിയ വീട്ടിലെ സുഭദ്ര എന്ന തൻ്റെ അച്ചമ്മയെ എതിർത്ത് സംസാരിക്കുവാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അച്ചമ്മയ്ക്ക് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല. അച്ചമ്മ എപ്പോഴും പറയും, കുടുംബം നിലനിർത്തുവാൻ ആൺമക്കളാണ് വേണ്ടതെന്ന്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച് അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി. വെളുത്ത് ചുവന്ന സുന്ദരനായ ഒരാൺകുഞ്ഞ്. അതോടെ അച്ചമ്മയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായി. അമ്മയോട് മുൻപില്ലാത്ത വിധം സ്നേഹം കാണിക്കും. "നീ നല്ലോണം ഭക്ഷണം കഴിച്ചാലേ കുഞ്ഞിന് പാൽ കിട്ടൂ" എന്ന് പറഞ്ഞ് അമ്മയെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കും. താൻ കൊതിയോടെ കുഞ്ഞിനെ എടുക്കാൻ ചെല്ലുമ്പോൾ അച്ചമ്മ വഴക്കു പറയും. "എടി ജാനി, നിന്റെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴെ വീഴും" എന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങും. തനിക്കോ തൻ്റെ ചേച്ചിമാർക്കോ അവനെ ഒന്ന് കുഞ്ചിക്കാൻ പോലും കഴിയാറില്ല. എല്ലാവരും അവനെ കണ്ണായെന്ന് വിളിച്ചു പോന്നു. അവൻ എപ്പോഴും അച്ചമ്മയുടെ കൂടെ തന്നെയായിരുന്നു. വീട്ടിൽ മുഴുവൻ സന്തോഷം വാരി വിതറി അവൻ അങ്ങനെ വളർന്നു വന്നു. അവന് 5 വയസ്സായിട്ടും അവൻ്റെ മുലകുടി നിർത്താൻ അച്ചമ്മ സമ്മതിച്ചില്ല. കുഞ്ഞ് നന്നായി മുലപ്പാൽ ഈ പ്രായത്തിലും കുടിക്കണമെന്നാണ് അച്ചമ്മയുടെ വാദം. ജാനിയുടെ മൂത്ത ഇരട്ട സഹോദരിമാരെ ഇതിനിടയിൽ കല്യാണം കഴിപ്പിച്ചയച്ചിരുന്നു. ചേച്ചിമാർ വല്ലപ്പോഴും മാത്രം വന്നുപോകുന്ന വിരുന്നുകാരായി മാറി. അക്കൊല്ലം തന്നെ ജാനി +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ജാനി അത്യധികം സന്തോഷത്തോടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് തുടർന്നു പോകണമെന്ന ആഗ്രഹം അറിയിച്ചു. "ഓ, പെണ്ണിനെ പഠിപ്പിച്ചിട്ട് എന്തിനാ? പെണ്ണ് പഠിച്ചിട്ട് വേണ്ടല്ലോ ജീവിക്കാനെന്ന് പറഞ്ഞ് അച്ചമ്മ അച്ഛനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവളുടെ കണ്ണുനീർ കണ്ട് അച്ഛൻ അവളെ ഡിഗ്രിക്ക് ചേർക്കാൻ സമ്മതിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അവൾ ക്ലാസ്സിൽ പോയി തുടങ്ങി. എല്ലായ്പ്പോഴും നിയന്ത്രണങ്ങളുള്ള വീട്ടിൽ നിന്നും കോളേജിലെത്തുമ്പോൾ അവൾ വല്ലാതെ സന്തോഷവതിയായിരുന്നു. സ്നേഹം മാത്രം പകർന്നു നൽകുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കൊപ്പം അവൾ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും പഠിച്ചു പോന്നു. അവളുടെ ലോകം അതായിരുന്നു. അവൾ ഡിഗ്രി 2nd ഇയർ എത്തിയപ്പോഴാണ് അവളെ കെട്ടിച്ചയക്കണമെന്ന് അച്ചമ്മ പറഞ്ഞത്. അന്നാദ്യമായി അവൾ അച്ചമ്മയോട് എതിർത്ത് സംസാരിച്ചു. "എനിക്ക് പഠിക്കണം, ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല" എന്നവൾ അലമുറയിട്ടു. ഈ വീട്ടിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഉയർന്നിട്ടില്ല എന്ന് അച്ചമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ അച്ചമ്മ പെണ്ണല്ലേ എന്ന് അവൾ വീറോടെ ചോദിച്ചു. "നീ അമ്മ പറയുന്നത് കേൾക്കൂ ജാനി" എന്ന് അച്ഛനും കൂടി പറഞ്ഞതോടെ അവൾ ആകെ തകർന്നു. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. "എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്" അവൾ വാശിയോടെ പറഞ്ഞു തീർന്നതും അച്ഛൻ്റെ കൈകൾ പലവട്ടം അവളുടെ മുഖത്ത് ഉയർന്നു താഴ്ന്നു. പിറ്റേന്ന് അവളെ പെണ്ണു കാണാനായി ഒരു കൂട്ടരെത്തി. അവർക്ക് മുന്നിലേക്ക് പോവില്ല എന്ന് വാശി പിടിച്ച അവൾ അമ്മയുടെ കണ്ണുനീർ കണ്ട് സഹിക്കവയ്യാതെ അവർക്ക് മുന്നിലെത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങുമ്പോൾ അവർ അവൾക്ക് വിലയിടുകയായിരുന്നു. ഇതെന്ത് ലോകമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ കൂട്ടുകാരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് കോളേജിൽ വരുന്നത്, എത്ര സ്നേഹത്തോടെയാണ് അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് സംസാരിക്കുന്നത്. കാലം ഇത്രയേറെ പുരോഗമിച്ചിട്ടും തൻ്റെ വീട്ടുകാർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഒരു മാറ്റവുമില്ലാത്തത്? എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തത്? കണ്ണൻ എത്ര ഭാഗ്യവാനാണ്. അവനെ എല്ലാവരും എത്ര സ്നേഹത്തോടെയാണ് ചേർത്തു പിടിക്കുന്നത്. പെറ്റത് 3 പെൺമക്കളായി പോയി എന്ന് പറഞ്ഞ് എത്ര വട്ടം തൻ്റെ അമ്മയെ അച്ചമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും പ്രതികരിക്കാൻ അറിയാത്ത എൻ്റെ പാവം അമ്മയുടെ കണ്ണുനീർ തന്നെ എത്രയോ വട്ടം പൊള്ളിച്ചിരിക്കുന്നു. 18 വയസ്സ് പൂർത്തിയായതോടെ തൻ്റെ ചേച്ചിമാരെ കെട്ടിച്ചയച്ചു. ആ ബാധ്യത തീർന്നു എന്ന് പറഞ്ഞ് ദീർഘനിശ്വാസം വിടുന്ന അച്ഛനോട് തനിക്ക് വെറുപ്പ് തോന്നിയിരുന്നില്ലേ? ഓരോന്നും ഓർത്ത് അവൾ പതിയെ മയങ്ങി തുടങ്ങി. ഉറക്കത്തിൽ അവൾ പുതിയൊരു സ്വപ്നം കണ്ടു. തുമ്പികളും പൂമ്പാറ്റകളും പാറി നടക്കുന്ന പച്ചപ്പുൽമേടുകൾ നിറഞ്ഞൊരു സുന്ദരമായൊരു ലോകം. പെണ്ണിൻ്റെ ലോകം. അവിടമാകെ പെൺകുട്ടികളുടെ ചിരികൾ നിറഞ്ഞു നിന്നിരുന്നു. തനിക്ക് വിവാഹപ്രായമായിരിക്കുകയാണ്. വിവാഹാലോചനയുമായി എത്തിയ ആൾ പറയുകയാണ്, "ജാനി, അവിടെ നല്ലൊരു പയ്യനുണ്ട്, നീയൊന്ന് പോയി കാണൂ. ഇഷ്ടപ്പെട്ടാൽ നമുക്കിത് നടത്താം. നല്ല അടക്കവും ഒതുക്കവുമുള്ള ചെറുക്കനാണ്."
അങ്ങനെ അവൾ കുടുംബക്കാരുമായി അയാളെ കാണാൻ ചെല്ലുകയാണ്. അവൾ ആകാംക്ഷയോടെ അയാൾ വരുന്നത് നോക്കിയിരുന്നു. അയാൾ നാണത്തോടെ ചായയുമായി കടന്നു വന്നു. ചായ കൂടി കഴിഞ്ഞതിനു ശേഷം അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാവാമെന്ന് അയാളുടെ അച്ഛൻ പറഞ്ഞു. അവൾ നേർത്തൊരു ചിരിയോടെ പതിയെ അകത്തേക്ക് നടന്നു. അയാൾ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അവൾ പതിയെ മുരടനക്കി. അയാൾ നാണത്തോടെ തിരിഞ്ഞു നോക്കി. എന്നെ തനിക്കിഷ്ടമായോ? അവൾ ചോദിച്ചു. അയാൾ മുഖമുയർത്താതെ തലകുലുക്കി. അപ്പോൾ ഹാളിൽ നിന്നും അവർ അയാളെ വില പറഞ്ഞുറപ്പിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഈ വീടും പുരയിടവും ഞങ്ങളുടെ കാലശേഷം അവനുള്ളതാണ്. പിന്നെ ടൗണിനടുത്തുള്ള 2 ഏക്കർ സ്ഥലം അവൻ്റെ പേരിലാണ്. ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ്, അറിയാമല്ലോ. പിന്നെ അവൻ്റെ പേരിൽ കുറച്ച് ബാങ്ക് ബാലൻസും ഉണ്ട്. അല്ല, ഞങ്ങൾ അതിനൊന്നും ചോദിച്ചില്ല. ഞങ്ങൾക്കറിയാം, മേലെടുത്ത് കുടുംബക്കാർ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം അവളുടെ കൈപിടിച്ച് അയാൾ അവളുടെ വീട്ടിൽ വലതുകാൽ വച്ച് കയറി. ഇന്നവരുടെ ആദ്യ രാത്രിയാണ്. അയാൾ നാണത്തോടെ കടന്നു വന്നു. അവൾ അയാളെ കൈപിടിച്ച് തൻ്റെ അരികിലിരുത്തി. നാണത്താൽ ചുവന്നുപോയ അയാളുടെ കവിളിൽ അവൾ പതിയെ തലോടി. കട്ടി മീശയ്ക്ക് താഴെ അയാളുടെ ചുവന്ന ചുണ്ടിൽ അവൾ അമർത്തി ചുംബിച്ചപ്പോൾ അയാളുടെ മിഴിയണകൾ കൂമ്പിയടഞ്ഞു. പുറത്തപ്പോൾ രാവും നിലാവുമായി ഇണചേരുകയായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഓഫീസിലെത്തിയ അവൾക്ക് ചുറ്റും കൂട്ടുകാർ തടിച്ചുകൂടി. എടിയേ, ആദ്യ രാത്രി എങ്ങനെയുണ്ടായിരുന്നു? വല്ലതും നടന്നോ? പിന്നില്ലാതെ, അതൊക്കെ ഒരു തഞ്ചത്തിൽ നമ്മൾ നടത്തിയെടുക്കില്ലേ? അവൾ ചിരിയോടെ പറഞ്ഞു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. അന്നവൾ ഓഫീസിൽ നിന്നും എത്തുമ്പോൾ അയാൾ അവശതയോടെ ഛർദ്ദിക്കുകയായിരുന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ ഈ വീട്ടിൽ ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. അവൾ എല്ലാവർക്കും മധുരം നൽകി സന്തോഷവാർത്ത അറിയിച്ചു. മാസങ്ങൾ പിന്നിട്ടതോടെ അയാളുടെ ഉദരം വീർത്തു വന്നു. അയാളുടെ നെഞ്ചിലെ നിറഞ്ഞ രോമങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ചെറിയ മുലക്കണ്ണുകൾ ഒരു കുഞ്ഞിനെ മുലയൂട്ടാൻ പാകത്തിൽ വീർത്തു വന്നു. അയാൾക്കിത് 9ാം മാസമായി. ഒരു ശനിയാഴ്ച പുലർച്ചെയാണ് അയാൾക്ക് വേദന തുടങ്ങിയത്. അവൾ അയാളെ പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ചു. ലേബർ റൂമിന് പുറത്ത് അവളെ കൂടാതെ 1-2 പെണ്ണുങ്ങൾ കൂടെ നഖം കടിച്ചുകൊണ്ട് അക്ഷമയോടെ ഉലാത്തുന്നുണ്ടായിരുന്നു. വലിയ വയറുമായി ചില പുരുഷന്മാർ കരഞ്ഞുകൊണ്ട് ലേബർ റൂമിൽ കിടപ്പുണ്ട്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവളുടെ കൈകളിലേക്ക് നഴ്സ് തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ വെച്ചുകൊടുത്തു. പെൺകുട്ടിയാണ്, നഴ്സ് പറഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു. അവളുടെ ഉറക്കെയുള്ള ചിരി കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ സാവിത്രി മുറിയിലേക്ക് ചെന്നത്. അവൾ അപ്പോഴും ഉറക്കെ ഉറക്കെ ചിരിക്കുകയായിരുന്നു. എന്താ മോളെ ഇത്? സാവിത്രി അവളെ പിടിച്ചു കുലുക്കി. ഞാൻ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി, അവൾ ചിരിയോടെ പറഞ്ഞു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? സ്വപ്നം വല്ലതും കണ്ടോ? അവൾ അമ്മയുടെ കൈകൾ തട്ടിമാറ്റി ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ജനൽ വഴി വന്ന ഒരു കള്ളക്കാറ്റ് ആ ചിരിയുടെ അലകളെ മോഷ്ടിച്ചു പറന്നു. നാട് നീളെ ആളുകൾ പറഞ്ഞു, അറിഞ്ഞില്ലേ, വലിയ വീട്ടിലെ ജാനിക്ക് ഭ്രാന്താണ്. അതെ, ജാനിക്കിപ്പോൾ ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.